എഴുതി കിട്ടുന്ന വരുമാനം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കുകയാണ് ഒരു എഴുത്തുകാരൻ. ദുബായിൽ ജോലി ചെയ്യുന്ന പുന്നയൂർക്കുളം സൈനുദ്ദീനാണ് ഈ എഴുത്തുകാരൻ. പുന്നയൂർക്കുളം സൈനുദ്ദീൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ എഴുത്തുകാരന് പ്രിയപ്പെട്ടത് കഥകൾ തന്നെ. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ബുൾഫൈറ്റർ, ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്നീ കഥാസമാഹാരങ്ങൾ. തന്റെ പുസ്തകരചനയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഇദ്ദേഹം ചെലവഴിക്കുന്നത്. പുസ്തകത്തിന്റെ റോയൽറ്റി അതുകൂടാതെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്നൊരു ഒരു കോൺട്രിബ്യൂഷൻ കൂടിയിട്ട് കുട്ടികളെ ഇവിടെ നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾക്ക് ഓൾറെഡി നമ്മൾ അവർക്ക് വേണ്ട പഠന സഹായങ്ങളും അവരുടെ ആനുവലി അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന പുസ്തകത്തിന്റെ ഗൾഫ് പ്രകാശനം ദുബായിൽ വെച്ച് ഒക്ടോബർ 11 നടക്കും. 3ാമത്തെ പുസ്തകം പണിപ്പുരയിലാണ്. ഇനി എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചാലും അവയിൽ നിന്നുള്ള വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് സൈനുദ്ദീന്റെ തീരുമാനം. നമ്മൾ വേറെ തൊഴിൽ ചെയ്യുന്നു, എഴുത്ത് വേറെയാണ്, അറിയാലോ. അപ്പോൾ എഴുത്തിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് അതും തന്നെയായാലും നമുക്ക് ആ രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തിൻ്റെ റവന്യൂ കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ റോയൽറ്റി കിട്ടിയിട്ട് വേണം എന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ ആ ഒരു കിട്ടുന്ന ഇത് മുഴുവനായിട്ടും അതിൽ നിന്ന് മാറ്റിവെച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ചാരിറ്റി. ദുബായിലെ ഒരു കമ്പനിയിൽ HR മാനേജറായി ജോലി ചെയ്യുകയാണ് പുന്നയൂർക്കുളം സൈനുദ്ദീൻ ഇപ്പോൾ. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.